സ്ട്രോക്ക് രോഗത്തെപ്പറ്റി ഇ.ഡി. വർഗീസ് ചക്രവർത്തി മാസികയിൽ എഴുതിയ ലേഖന പരമ്പരകൾക്ക് പ്രശസ്തരും പ്രഗത്ഭരുമായ ഒരുപാട് പേർ അഭിനന്ദനവും അംഗീകാരവും നൽകി. സ്ട്രോക്ക് രോഗം മൂന്നാം ഭാഗം. സ്ട്രോക്ക് രോഗത്തിൻ്റെ സ്വഭാവവും തീവ്രതയുമനുസരിച്ച് രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും മെഡിക്കൽ വിദഗ്ധൻ്റെ കൗൺസിലിംഗ് നിർബന്ധമായും നൽകണം. ഇപ്പോൾ ഇത്തരം ബോധവൽക്കരണം നടക്കുന്നില്ല. രോഗിക്ക് മരുന്ന് കൊടുക്കുന്നു. കഴിക്കേണ്ടതായ സമയനിർദ്ദേശങ്ങളും മാത്രമാണ് കൊടുക്കുന്നത്. ഇതുപോരാ, രോഗത്തെ സംബന്ധിച്ച കൃത്യമായ അറിവും ബോധവൽക്കരണവും കുടുംബാംഗങ്ങൾക്കും സമയമാകുമ്പോൾ രോഗികൾക്കും നൽകണം. പല കുടുംബാംഗങ്ങൾക്കും സ്ട്രോക്ക് രോഗം എന്താണെന്ന് പോലും അറിയില്ല. സാധാരണ പനിക്കും ജലദോഷത്തിനും മരുന്ന് കൊടുക്കുമ്പോൾ ചെയ്യുന്നതുപോലെ ഗുളികകൾ കൊടുക്കുന്നു. പിന്നെയെല്ലാം വിധി എന്ന് വിചാരിച്ച് സമാധാനിക്കുന്നു. സ്ട്രോക്ക് രോഗത്തെപ്പറ്റിയും അതിൻ്റെ ദോഷഫലങ്ങളെപ്പറ്റിയും അടിയന്തര ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ടതിനെപ്പറ്റിയെല്ലാം കുടുംബാംഗങ്ങളെ കൃത്യമായി ബോധവൽക്കരിക്കണം. അത്തരമൊരു ശ്രമം ഇപ്പോൾ നടക്കുന്നില്ല. അത് നിർബന്ധമായും വേണം. ഭാവിയിൽ അത് സംഭവിക്കുകയും ചെയ്യും. സ്ട്രോക്ക് രോഗം ശാരീരിക വൈകല്യങ്ങൾ പോലെ തന്നെ ശരീരത്തിനകത്തും ദോഷങ്ങൾ വരുത്തുന്നു. സ്ട്രോക്ക് രോഗത്തിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നവരിൽ എല്ലാവരെയും അവരുടെ സംസാരവും നടത്തവും കണ്ട് പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്ന് ഉടനെ ധരിക്കരുത്. ചില കുടുംബാംഗങ്ങൾ ഈ ധാരണ വെച്ച് രോഗിയുമായി പെരുമാറുകയും ദൈനംദിന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ രോഗിയെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതൊട്ടും ശരിയല്ല. എൻ്റെ അനുഭവത്തിൽ 6 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ സാധാരണ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എഴുതുകയും ചെയ്തത്. ചിലർക്ക് ഈ സമയക്രമം കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇതിനെപ്പറ്റിയും ഡോക്ടർമാർ വിദഗ്ധമായ ഉപദേശം നൽകാൻ കഴിയും. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ആധുനിക വൈദ്യശാസ്ത്രം ഇപ്പോൾ നിശബ്ദത പാലിക്കുകയാണ് ചെയ്യുന്നത്. അത് മാറണം. നാളെ ഇത്തരം കാര്യങ്ങളിൽ മാറ്റം സംഭവിക്കും. ചിലർക്ക് ശാരീരിക വൈകല്യം പോലെ മാനസികമായ ശക്തിക്കുറവും ബലമില്ലായ്മയും സംഭവിക്കാറുണ്ട്. രോഗി പുറമേക്ക് ഇടപഴകുമ്പോഴും പെരുമാറുമ്പോഴും സാധാരണ പോലെ തോന്നുമെങ്കിലും മാനസിക ബലം പൂർണ്ണമായും നേടിയിട്ടുണ്ടാവില്ല. ഇത് മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷവാനായി പെരുമാറിയെന്നിരിക്കാം. ശരീരം ദുർബലമാവുമ്പോൾ മനസ്സും ദുർബലമായി തീരും. യുവാവായിരിക്കുമ്പോഴുള്ള മാനസിക ബലം വൃദ്ധനായി കഴിഞ്ഞാൽ ലഭിക്കാറില്ലല്ലോ. അതുകൊണ്ട് സ്ട്രോക്ക് രോഗത്തിന് ശേഷമുള്ള ആദ്യ മാസങ്ങളിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് രോഗിയെ പ്രേരിപ്പിക്കരുത്. എല്ലാവരും ഇത്തരത്തിൽ പെടുമെന്ന് ഞാൻ പറയുന്നില്ല. എന്തിനേയും അതിജീവിക്കാൻ കഴിയുന്ന മനോബലമുള്ള ചിലരുണ്ട്. അവർക്ക് ജീവിതം പോലെ തന്നെ മരണവും ഒരിക്കലും സംഭവിക്കാനുള്ളതാണെന്നും അത് മാറ്റാനാവില്ലെന്നും വിശ്വസിക്കുന്നവരാണ്. അവരുടെ മനോബലത്തിന് മുൻപിൽ യാതൊന്നിനും പിടിച്ചു നിൽക്കാനാവില്ല. അവർ എന്തിനേയും അതിജീവിക്കും. സ്ട്രോക്ക് രോഗത്തിന് ശേഷം ശാരീരിക വൈകല്യം സംഭവിച്ച ചിലരുമായി ഞാൻ സംസാരിച്ചപ്പോൾ അവർ പുറമേക്ക് കാണിക്കുന്ന സന്തോഷവും ധൈര്യവും ആയിരുന്നില്ല എന്നോട് പങ്കുവച്ചത്. അവരിൽ പലരും പറഞ്ഞത് ജീവിതം മടുത്തു എന്നാണ്. ഈ അവസരത്തിൽ സ്ട്രോക്ക് രോഗം വന്ന ആൾ എന്ന നിലയ്ക്ക് എനിക്ക് അവരെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും കഴിഞ്ഞു. ഒരു സ്ട്രോക്ക് രോഗിയുടെ തുടർന്നുള്ള ജീവിതത്തെപ്പറ്റി ആധുനിക വൈദ്യശാസ്ത്രം ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ജീവിതം മടുത്തു എന്നു പറയുന്ന ഈ അവസ്ഥ മുൻകൂട്ടി കണ്ട് രോഗിക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടതായ ബോധവൽക്കരണം നടത്താൻ ആധുനിക വൈദ്യശാസ്ത്രം ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അതിന് ശ്രമിക്കണം. നാളെ അത് സംഭവിക്കും.
സ്ട്രോക്ക് രോഗത്തിന് ശേഷം ശാരീരിക വൈകല്യം സംഭവിച്ചവർക്ക്, രോഗത്തിന് മുമ്പുണ്ടായിരുന്ന സാധാരണ ജീവിതം സാധ്യമല്ലാത്തവർക്ക് സംഭവിക്കാവുന്ന മാനസിക വ്യതിയാനങ്ങൾ മുൻകൂട്ടി കണ്ട് ബോധവൽക്കരണം നടത്താൻ വൈദ്യശാസ്ത്രത്തിന് കഴിയണം. രോഗിക്കും കുടുംബാംഗങ്ങൾക്കും അതിന് തക്ക കൗൺസിലിംഗ് ആവശ്യമാണ്. അതിന് ഇതെല്ലാം അറിയാവുന്ന ഒരു മെഡിക്കലാണ് നൽകേണ്ടത്. അതിനുള്ള നടപടികൾ ആരംഭിക്കണം. ചില കുടുംബാംഗങ്ങൾക്ക് സ്ട്രോക്ക് രോഗത്തിൻ്റെ വ്യാപ്തി അറിയില്ല. അതുകൊണ്ട് രോഗിയെ അയാളുടെ വിധിക്ക് വിട്ടുകളയുന്ന അവസ്ഥയുണ്ട്. ചിലർ സ്ട്രോക്ക് രോഗം സംഭവിച്ചതുകൊണ്ട് ഇനി അയാൾ തിരിച്ചു വരില്ല എന്ന ധാരണയിൽ ആ രോഗിയെ കൈവിട്ട് കളയുന്ന ബന്ധുക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ശരിയല്ല, തെറ്റാണ്. ഈ അസുഖം ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ചിലർ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി പഴയതിലും ശക്തിയായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നവരുണ്ട്. അതിന് തക്ക രീതിയിൽ ആധുനിക വൈദ്യശാസ്ത്രം വളർന്നിട്ടുണ്ട്.